ലെവൽ 2-നകത്ത് എക്സസൈസ് 5.5-ലെ 13th ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 13th ക്വസ്റ്റ്യൻ, എക്സ് റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു എക്സ്. ഇവിടെ നമ്മൾ ടൈപ്പ് 3 പ്രോബ്ലം ആണിത്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പ്രോബ്ലം കിടക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മളൊരു നമ്പർ വേരിയബിൾ ഫംഗ്ഷൻ തരുമ്പോൾ രണ്ട് സൈഡിലും ഒരുപോലെ നമ്മൾ ലോഗരിതം കൊടുക്കണം. അപ്പൊ ഇവിടെ എന്താണ്? ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്. ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും നമ്മൾ ഒരുപോലെ ലോഗരിതം കൊടുക്കണം. ലെഫ്റ്റ് സൈഡിലും കൊടുക്കണം, റൈറ്റ് സൈഡിലും കൊടുക്കണം. അപ്പൊ ഇവിടെ എന്തായിരിക്കും മക്കളെ? ലോഗ് എക്സ് റൈസ് ടു വൈ. ഇപ്പുറത്തെ ലോഗ് വെറുതെ എഴുതി ഈക്വൽ ടു, അപ്പുറ സൈഡിലും വെറുതെ ലോഗ് എഴുതും. ലോഗ് എന്താ കിടക്കണം? നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതണം. ലോഗ് വൈ റൈസ് ടു എക്സ്. നമുക്കറിയാം പ്രോപ്പർട്ടി അനുസരിച്ച്, നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചേക്കണ എന്താ? ലോഗ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ലോഗ് എ ആണ്. അതായത് ഇവിടെ വരുന്നതിന് നേരെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതാൻ നോക്കി? ഈ വൈയെ നേരെ ഇവിടെ കൊണ്ടുവരാം, അതുപോലെ ഈ എക്സിനെ നേരെ ഇവിടെ കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? വൈ ലോഗ് എക്സ് ആവും. അതായത് ഈ സൈഡിൽ നിന്ന് വൈ ഇവിടെ നേരെ ഇപ്പുറം വന്നു, അതുപോലെ ഈ എക്സ് നേരെ ഇവിടെ വന്നു. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? എക്സ് ലോഗ് വൈ വരും. അതായത് നമ്മൾ രണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും തരുമ്പോൾ ലെഫ്റ്റിലും ലോഗരിതം കൊടുക്കണം, റൈറ്റിലും ലോഗരിതം കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ലോഗരിതത്തിന്റെ റൂൾ അനുസരിച്ച് ഇവിടെ വരുന്നു നേരെ ഇപ്പുറത്തേക്ക് വരാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വൈ നേരെ ഇപ്പുറത്തേക്ക് വരും, അതുപോലെ ഈ എക്സ് നേരെ ഇവിടെ വരും. അപ്പൊ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് കൊണ്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത് ഫസ്റ്റ് ആണ്, ഇത് സെക്കൻഡ്, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരുപോലെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ നമ്മൾ വൈ അവിടെ നിർത്തി. ഏതിന്റെ ഡെറിവേറ്റീവ്? ഈ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ? 1/x ആണ്. അപ്പൊ ഇവിടെ ഇൻറ്റു 1/x വരും. പ്ലസ് ദെൻ എന്താണ്? ലോഗ് എക്സിനെ അവിടെ നിർത്തണം, പ്രോഡക്റ്റ് റൂൾ കൊടുക്കണം. ലോഗ് എക്സിനെ അവിടെ നിർത്തി. ഏതിന്റെ ഡെറിവേറ്റീവ്? ഈ ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ്. വൈയുടെ ഡെറിവേറ്റീവ് എന്താ? dy/dx. അത് അവിടെ എഴുതി, dy/dx എഴുതി. ഈക്വൽ ടു ഇടാൻ മറന്നു പോരുത് കേട്ടോ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ മാത്രം ചെയ്താൽ പോരാ, അതേ സമയം റൈറ്റ് സൈഡിലും ചെയ്യണം. അപ്പൊ ഇവിടെയും നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കണം. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. അപ്പൊ ഈ ഫസ്റ്റിനെ അവിടെ നിർത്തണം, എക്സിനെ അവിടെ നിർത്തി. ഏതിന്റെ ഡെറിവേറ്റീവാ? ലോഗ് വൈയുടെ ഡെറിവേറ്റീവ്. ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/y വരും. ഈ വൈയുടെ ഡെറിവേറ്റീവ് dy/dx വരും. പ്ലസ്, കാരണം ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ടാണ്. അവിടെ എക്സ് അല്ല വൈ ആണ്. അപ്പൊ 1/y വരും. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ ഈ വൈയുടെ ഡെറിവേറ്റീവ് dy/dx വരും. തീർന്നോ? ഇല്ല. ലോഗ് വൈ അവിടെ നിർത്തി ഇൻറ്റു ഈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുക, dy/dx ഉള്ള ടേമിന്റെ അടിയിൽ ഒന്ന് വരയ്ക്കണം. അതിനെ റൈറ്റ് സൈഡിൽ കിടക്കണമെങ്കിൽ അതിനെല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റണം. അപ്പൊ നമ്മുടെ ആൻസർ y/x എഴുതി. ഈ log x ഇൻറ്റു dy/dx അങ്ങനെ തന്നെ എഴുതി. ഈ x/y dy/dx ലെഫ്റ്റ് സൈഡിലാണ് കിടക്കണേ അല്ലേ? അപ്പൊ അതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ സൈൻ എന്താവും മക്കളെ? നെഗറ്റീവ് ആവും. അപ്പൊ -x/y dy/dx ആവും. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് കിടപ്പുണ്ട്? ലോഗ് y കിടപ്പുണ്ട്. ലോഗ് y അവിടെ കിടപ്പുണ്ട്. അത് അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഈ y അവിടെ കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പൊ ആ കോൺസ്റ്റന്റിനെ നമ്മൾ നേരെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. dy/dx അല്ല ലെഫ്റ്റ്, കോൺസ്റ്റന്റ് അല്ല റൈറ്റ്. അപ്പൊ ഇവിടെ എന്ത് വരും നോക്കിയേ? ലോഗ് എക്സ് dy/dx -x/y dy/dx ഈക്വൽ ടു ഇവിടെ എന്താ കിടക്കണത്? ലോഗ് y. ആ ലോഗ് y അങ്ങനെ തന്നെ എഴുതി. ഇനി ഇത് നേരെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -y/x. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇതിനകത്ത് രണ്ടിനകത്തും ഏത് കോമണാ? dy/dx കോമണാ. അത് നമ്മൾ ഔട്ട് സൈഡ് ബ്രാക്കറ്റിന് എടുക്കണം. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യണം? dy/dx നമ്മൾ പുറത്തേക്ക് എടുക്കണം. അപ്പൊ dy/dx നമ്മൾ ഔട്ട് സൈഡ് ബ്രാക്കറ്റിൽ എടുക്കുമ്പോൾ ഇവിടെ എന്നാ കിട്ടും? ലോഗ് എക്സ് വരും. ലോഗ് എക്സിന്റെ dy/dx log x വരും. ദെൻ മൈനസ്
എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കുമ്പോൾ എക്സ് ബൈ വൈ വരും ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ കിടക്കണേ അങ്ങനെ തന്നെ ഇറക്കി എഴുതുക ലോഗ് വൈ മൈനസ് വൈ ബൈ എക്സ്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും ഇത് നേരെ ഇതിന്റെ താഴേക്ക് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് വൈ മൈനസ് വൈ ബൈ എക്സ് ഡിവൈഡഡ് ബൈ ഏത് ഇത് ഇതിന്റെ താഴേക്ക്. അപ്പൊ ലോഗ് എക്സ് മൈനസ് എക്സ് ബൈ നമ്മുടെ ഡെറിവേറ്റീവ് ആയി.